നേതൃത്വത്തിലുള്ള കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ പാട്ടത്തിനെടുത്തതുൾപ്പെടെയുള്ള പാടശേഖരങ്ങളിലായി 60 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി നടത്തുന്നുണ്ട്. ഇടവിളയായാണ് പുഷ്പകൃഷിയും ആരംഭിച്ചത്. പാടശേഖരത്തിൽ കഴിഞ്ഞ വർഷം സൂര്യകാന്തിയുടെ വിത്തുപാകിയെങ്കിലും മുളച്ചിരുന്നില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈർപ്പം കൂടിയതാണ് കാരണമെന്ന് കണ്ടെത്തി. ഇക്കുറി നീർവാഴ്ച കൂടുതലുള്ള പാടശേഖരം കണ്ടെത്തിയാണ് വിത്തുപാകിയത്. സേലത്ത് നിന്നാണ് വിത്തു സംഘടിപ്പിച്ചത്. വിത്തിന് കിലോഗ്രാമിന് 4000 രൂപ വരെ വിലയുണ്ട്. ഒരേക്കർ പാടത്ത് 1 കിലോഗ്രാം വിത്ത് വേണ്ടിവരും. കൃത്യമായി പരിചരണം നൽകിയാൽ 45 ദിവസത്തിനുള്ളിൽ പൂവിട്ടു തുടങ്ങും. പൂവിട്ടാൽ 1.5 ആഴ്ചയ്ക്ക് ശേഷം ഇതളുകൾ കൊഴിഞ്ഞു തുടങ്ങും. ശേഷിക്കുന്ന ഭാഗത്തു നിന്നാണ് വിത്തു ശേഖരിക്കുന്നത്. നടുന്നതിനു പുറമെ ഇവ എണ്ണയുടെ ആവശ്യത്തിനും ഉപയോഗിക്കാം. സംസ്കരിച്ചെടുത്ത 5 കിലോഗ്രാം വിത്തിൽ നിന്ന് 1 കിലോഗ്രാം എണ്ണ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വിത്ത് നമ്മൾ കൊണ്ടുവന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് വിത്ത് കൊണ്ടുവന്ന് നമ്മൾ നട്ടിട്ട് അത് കിളുത്തൊന്നുമില്ല. ഈ വർഷം ഞാനത് തമിഴ്നാട്ടിൽ നിന്ന് ഈ വിത്ത് കൊണ്ടുവന്ന് നമ്മൾ നടുകയാണ് ഉണ്ടായത്. അതെല്ലാം തന്നെ കിളുത്തു, വിത്തെല്ലാം തന്നെ കിളുത്തു. നല്ല പൂക്കൾ, പിന്നെ മണ്ണിൻ്റെ പ്രത്യേകത ഉണ്ട്. നല്ല പൂഴി കൂടിയ മണ്ണിലാണിത് ഉണ്ടാവുകയുള്ളൂ. അവധി ദിവസങ്ങളിൽ ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനുമായി സന്ദർശകരുടെ വലിയ തിരക്കാണ് ഇപ്പോൾ ഇവിടെ. സൂര്യകാന്തിക്ക് പുറമെ ചെണ്ടുമല്ലിയും താമരയും കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. നെൽകൃഷിയും കാർഷിക വിളകളും സമന്വയിപ്പിച്ച് കാഴ്ചക്കാർക്ക് നല്ലൊരു ദൃശ്യവിരുന്ന് സമ്മാനിക്കുകയാണ് ജിജോ എബ്രഹാം. കൈരളി ന്യൂസ്, കൊച്ചി.